ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ മുഹമ്മദിന്റെ ലെഗസി അവിടെയുണ്ട്. ആര്യാടൻ മുഹമ്മദിനെ അവിടുത്തെ ജനം ഹൃദയത്തോട് ചേർത്ത ഒരു വലിയ നേതാവാണ്, അക്കാര്യത്തിൽ തർക്കങ്ങളില്ല. പക്ഷേ പി വി അൻവറിന്റെ ചില പ്രസ്ഥാനങ്ങൾ പുറത്തു വരുന്നു. ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? ഏത് രീതിയിൽ അത് ബാധിക്കുമെന്നാണ് കരുതൽ? ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. ഇല്ല, ഞാൻ അത്തരം കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എനിക്കൊരു കാര്യം മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. കഴിഞ്ഞ 9 വർഷമായി UDF പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പി വി അൻവറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായും ഈ പി വി അൻവറും UDFും പറയുന്ന കാര്യങ്ങൾ അപ്പുറത്ത് അതിനെ എതിർക്കുന്ന ഒരു സ്ഥാനാർത്ഥി വരാൻ സാധ്യതയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ ഒരുമിച്ച് പോരാടുകയാണ് കൃത്യമായി അവധാനതയോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെയുള്ള ഈ ശക്തമായ പോരാട്ടത്തിൽ, പ്രത്യേകിച്ചും 2026 ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപുള്ള ഒരു സെമി ഫൈനൽ എന്ന് എല്ലാവരും വിധി എഴുതുന്ന ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ അതിനെ പരമാവധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ശക്തമായി പ്രതികരണത്തിൻ്റെ ഒരു വേദിയാക്കി, അങ്ങനെ ഒരു വിധിയെഴുത്താക്കി മാറ്റാൻ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ എന്റെ നേതാക്കന്മാരാണ് തീരുമാനിക്കേണ്ടത്. താങ്കൾ തിരക്കിലാണെന്നറിയുമെങ്കിലും പി വി അൻവർ പറയുകയാണ്, ഇവിടെ CPM-മായി താങ്കൾ വയനാട് വെച്ച് CPM സംസ്ഥാന സെക്രട്ടറിയുമായി CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാൻ താങ്കൾ ചർച്ച നടത്തി. അത് ശരിയാണോ ശ്രീ ഷൗക്കത്ത്? ഇല്ല, ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ഒരു കാര്യത്തിലും അത്തരം കാര്യങ്ങളൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായി ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഞാൻ എന്തായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷവും അതിനു മുൻപും നിലമ്പൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായിട്ടും ഒക്കെ ഞാൻ എന്താണ് പ്രവർത്തിച്ചത് എന്ന് ജനങ്ങൾക്കറിയാം, പാർട്ടിക്കറിയാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരിയാണ്. പക്ഷേ ചർച്ച നടന്നോ ഇല്ലയോ താങ്കൾക്ക് പറയാൻ കഴിയും. അത് ആരോപണം തെറ്റായ ആരോപണമാണെങ്കിൽ താങ്കൾക്ക് അങ്ങനെ പറയാൻ കഴിയും ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. ഹലോ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, അത് തെറ്റായ ആരോപണമാണെങ്കിൽ, അൻവർ ഉന്നയിക്കുന്ന തെറ്റായ ആരോപണമാണെങ്കിൽ, അങ്ങനെ ചർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ താങ്കൾക്ക് തുറന്നു പറയാൻ കഴിയും. ഓക്കെ, ശ്രീ ആര്യാടൻ ഷൗക്കത്ത് തിരക്കിലാണ്. മാത്രമല്ല ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിൽ മറുപടി പറയാൻ കുറച്ചുകൂടി ആലോചന ആവശ്യമായി വരും. എന്തായാലും അക്കാര്യത്തിലൊന്നും പ്രതികരിക്കാനില്ല എന്നാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് UDFിൻ്റെ അവിടുത്തെ നിലമ്പൂർ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം നേരത്തെയൊക്കെ തൃക്കാക്കരയിൽ കണ്ടതുപോലെ, പാലക്കാടൊക്കെ കണ്ടതുപോലെ, ഇനി പുതുപ്പള്ളിയിൽ പോലും കണ്ടതുപോലെ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്ന കോൺഗ്രസിന്റെ പ്ലാൻ ഇവിടെയും നടപ്പായിട്ടുണ്ട്. പക്ഷേ പി വി അൻവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അതിനുശേഷം തൊട്ടു പിന്നാലെ ഉയർത്തുന്ന വലിയ കലാപക്കൊടി ഏത് രീതിയിൽ ഷൗക്കത്തിനെ അടക്കം ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുമാണ്.